പക്ഷേ ഈ പഠിക്കാൻ വിട്ടാൽ പഠിക്കാൻ പോകണം. പഠിക്കാൻ പോയില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പഠിക്കാൻ വിടുന്ന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യുവതികളാവുമ്പോൾ അവർ പല കുഴപ്പങ്ങളും ഉണ്ടാവും. പിന്നെ പ്രണയിക്കാനും കൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രണയത്തെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പ്രണയം വളരെ നേർവരമ്പാണല്ലോ. പുരുഷനും സ്ത്രീയും പ്രണയിക്കുമ്പോൾ അതൊരു ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിലേക്ക് എത്തും. അങ്ങനെ തോന്നുന്നില്ലേ? വലിയ കുഴപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ കുഴപ്പമാവും. പ്രണയത്തെയൊക്കെ വളരെ മനോഹരമായി നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പ്രായപൂർത്തിയായവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് അവരുടെ ഇഷ്ടമാണ്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. ഇതിലൊന്നും നമ്മളൊന്നും പോയി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന നമ്മളൊരു സമൂഹമായി ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. വിവാഹിതരല്ലാത്ത എത്രയോ പേർ താമസിക്കുന്നുണ്ട്, ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എത്രയോ പേരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ സുഹൃത്തുക്കൾ വരെ ഉണ്ട് വിവാഹിതരല്ലാതെ ഒരുമിച്ച് കഴിയുന്നവർ. പക്ഷെ ഇത്തരത്തിലുള്ള ലിങ്ക് ടുഗദർ ഇതിലൊന്നും ഈ പറയുന്ന പോലെ പ്രണയിക്കുന്നതിലോ പഠിക്കാൻ പോകുമ്പോൾ പ്രണയിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അതൊന്നും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇമാതിരിയുള്ള കയ്യിരിപ്പുകൾ കാട്ടിക്കൂട്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഗർഭിണിയാകുന്നു, പിന്നെ സോന ഗർഭിണിയാകുന്നു, ആ ഗർഭം വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിട്ട് പിന്നെ അത് മുന്നോട്ട് പോകുന്നു. 7-ാം തീയതി ആലപ്പുഴ പൂച്ചാക്കലിൽ പിന്നെ വീടിനുള്ളിൽ റൂമിനുള്ളിൽ പുലർച്ചെ 1:30 പ്രസവിച്ചു. അപ്പോൾ പ്രസവിച്ച ശേഷം ഈ കുഞ്ഞിനെ ഏതാണ്ട് പിന്നെ 24 മണിക്കൂറോളം ആ റൂമിൽ തന്നെ സൂക്ഷിച്ചു. അതിനുശേഷം കാമുകൻ എന്ന് പറയുന്നത് പിന്നെ തോമസ് ജോസഫിനെ വിളിച്ച് അറിയിക്കുന്നു. അയാളുടെ സുഹൃത്തായിട്ടുള്ള അശോകുമായിട്ട് വരുന്നു. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിനെ എടുത്തിടുന്നു, കൊണ്ടുപോകുന്നു. ആ ബണ്ട് റോഡിൽ കൊണ്ടുപോകുന്നു. പിന്നെ തകഴി പുറംബണ്ടിൽ കൊണ്ടുപോയി, അവിടെ പാടശേഖരത്തിൻ്റെ അടുത്ത പുറംബണ്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. ഇപ്പോൾ പോലീസ് ഈ സംഭവം അറിയുന്നത് ഈ കുട്ടി 7-ാം തീയതി പ്രസവിച്ചു. പിന്നെ 9-ാം തീയതി ഇത് വളരെ വലിയ ശാരീരിക അവശതയിലായി. കുട്ടിയുടെ പിന്നെ ബോധം പോയി. കാര്യം ഈ രക്തസ്രാവം ഉണ്ടായി, കുട്ടിയുടെ നിലയ്ക്കാത്ത രക്തസ്രാവം മൂലം. ഇത് വീട്ടിൽ അറിയിച്ചില്ല മാക്സിമം. പക്ഷെ ബോധം പോയപ്പോഴത്തേക്ക് വീട്ടുകാരെടുത്ത് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നു. അവർ പിന്നെ 10-ാം തീയതി വിശദമായിട്ടുള്ള സ്കാനിങ് നടത്തിയപ്പോൾ ഈ കുട്ടി പ്രസവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തി. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു പിന്നെ ഈ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തി. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ അമ്മത്തൊട്ടിൽ കുഞ്ഞ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് പിന്നെ ഈ പറയുന്ന 2 കക്ഷിക്കാർ, ഒന്ന് ഈ തോമസും, അതായത് കാമുകൻ തോമസും, പിന്നെ സുഹൃത്ത് അശോകും, 2 പേരെയും പിന്നെ പോലീസ് കണ്ടുപിടിച്ച് അമ്പലപ്പുഴ പോലീസ്, പൂച്ചാക്കൽ പോലീസ്, അമ്പലപ്പുഴ പോലീസ് 2 പോലീസ് ടീമും ഉണ്ട്. അപ്പോൾ അവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ ഇവരെ കാര്യമായി ചോദ്യം ചെയ്തപ്പോൾ ഇവന്മാർ ഇതെവിടെ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറഞ്ഞു. അവിടെ ആ തകഴിയിൽ പുറംബണ്ടിൽ പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവരവിടെ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടെടുത്തു. ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളല്ല ഇതിൻ്റെ കാരണക്കാർ, അത് ജനിച്ചപ്പോഴേ അതങ്ങനെയാണ്, ജനിച്ചപ്പോഴേ അത് ജീവൻ നഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതുകൊണ്ടാണ് കൊണ്ടുപോയി ഇത് ഇട്ടേന്നാണ്. അപ്പോൾ ഈ പോലീസിന് ഇതിനകത്തൊരു വലിയ സംശയം വന്നത്, ആദ്യം എന്തിനാണെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞത്, ആദ്യം പിന്നെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന പോലെ അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞത് എന്തിനാണ്? ആ യുവതി പറഞ്ഞു, ഇവന്മാരും പറഞ്ഞു. അപ്പോൾ ഇവരെ നേരത്തെ പ്ലാനിങ് ആയിട്ട് വെച്ചിരിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ട്. പിന്നെ പോലീസ് അതിനകത്ത് ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ ഇവർ നടത്തുമല്ലോ, ഫോറൻസിക് ടീം വിശദമായിട്ടുള്ള പരിശോധന കാര്യത്തിൽ നടത്തിയ ശേഷം ഇത് ഇവരെ തന്നെ ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചതാണോ എന്നുള്ള 2 കാര്യങ്ങളും കണ്ടുപിടിക്കും. അപ്പം ഈ കുട്ടി ഫോറൻസിക് സയൻസ് പഠിച്ച കുട്ടിയാണ്. ഫോറൻസിക് സയൻസ് പഠിച്ച കുട്ടി നമ്മുടെ ഇവിടുത്തെ FSL ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇൻസ്റ്റാ വഴി പരിചയപ്പെട്ടാണ്. അവർ പിന്നെ പരിചയപ്പെട്ട് ഇവർ പിന്നെ ഇവിടെ ഒരുമിച്ച് റൂമുകൾ എടുത്തു. അങ്ങനെയാണ് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയത്. പിന്നെ അതങ്ങ് ഈ ഇദ്ദേഹത്തിന് തന്നെ 23 വയസ്സുണ്ട് മറ്റേ അദ്ദേഹത്തിന്. ഈ കുട്ടിക്കാണെങ്കിൽ 22 വയസ്സുണ്ട്. ഇവർക്ക് അത്യാവശ്യം പ്രായമുണ്ടല്ലോ. അതെ. അപ്പോൾ പ്രായമുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ ഇത് ചെയ്യണ്ടേ, അവർ തീരുമാനം എടുക്കണ്ടേ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, അതിനെന്താ പ്രശ്നം?
ഒരുമിച്ച് ജീവിക്കണം, രണ്ടുപേർക്കും പിന്നെ ഇയാൾ പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ജോലിയും കൂടെ ചെയ്യുന്ന ആളാണ്, ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായി ജോലി ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താണ് ഒരു തീരുമാനം എടുത്ത രണ്ടുപേരോട് ഒരുമിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഇത് വേറെണ്ണത്തിന് ഇപ്പം വേറൊരു കേസിൽ പിടിച്ചിട്ടുണ്ട്, ശില്പ. അപ്പൊ ശില്പയുടെ കഥ നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു ഒന്ന് പറയണം എന്ന് പറഞ്ഞു. ശില്പയല്ലേ പണ്ട് മറ്റേ കുഞ്ഞിനെ? അതെ 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 അതെ, അത് ശില്പ ഇവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് അത് ഇതുമല്ല, അത് 11 മാസം വളർച്ച ഉണ്ടായിരുന്ന ആണ്. എന്നിട്ട് പിന്നെ മാവേലിക്കരയിൽ വെച്ച് ഇത് സംഭവിച്ചു. മാവേലിക്കരയിൽ നിന്നും നേരെ ഷൊർണൂര് ശില്പയുടെ കൂടെ ഉണ്ടായിരുന്ന അജ്മൽ, പക്ഷെ അവൻ ഊരിപ്പൊക്കളഞ്ഞു. അജ്മൽ അവൻ ഊരിക്കളഞ്ഞു. അവനെ ഊരാൻ പാടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ശില്പ പിന്നെ ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗിന് അഡിക്റ്റ് ആണ്. അതാക്കിയെടുത്ത അവനാണ്. എന്നിട്ട് അവൻ പിന്നെ ഈ ഒരു കുഞ്ഞുമാക്കിയിട്ട് അവൻ വലിഞ്ഞു. അവൻ ഇതിൽ നിന്ന് വലിഞ്ഞു. എന്നിട്ട് അവൻ ഇത് മാവേലിക്കര വെച്ച് ഈ സംഭവം ഉണ്ടായിട്ട് ഇതുമായിട്ട് അവിടെ ചെന്നു. ഈ 11 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നു. അവിടെ കൊണ്ട് ചെന്ന് കുഴിച്ചിടുന്നതിന് വേണ്ടി ഉപേക്ഷിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ അതിന് മുമ്പ് തന്നെ അവന് ഈ ഇവരയച്ച മെസ്സേജ് അവൻ അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവൻ അതെടുത്ത് പോലീസിന് കൊടുത്തു. ശില്പയും പിടിച്ച് പോലീസിന് കൊടുത്തു. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായതേ ഉള്ളൂ. 1 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ പോയി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോയി മറ്റേ ഇവിടെ കണ്ണൂർ പയ്യന്നൂർ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ആ വീട് വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ അവിടെ പിന്നെ കഞ്ചാവ് കച്ചവടം പോലീസിന് വിവരം കിട്ടി. പോലീസ് പോയി പിടിച്ചു. ഇപ്പോൾ വീണ്ടും ജയിലിൽ പോയി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം ഈ പറയുന്ന പോലെ ഒന്നുകിൽ തങ്ങളുടെ കൂടെ കഴിയുന്ന ആൾക്ക് പക്വതയുണ്ടോ, തങ്ങളെ സംരക്ഷിക്കുമോ എന്നൊരു ബോധ്യം ഈ കുട്ടികൾക്കുണ്ടാകണം. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയിക്കുന്നതിനകത്തൊന്നും നമുക്കൊരു തെറ്റും പറയാൻ പറ്റില്ല. നമ്മളെ പ്രണയം നിഷേധിക്കുക അല്ല, പ്രണയം ഇല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ പ്രണയിക്കുന്ന ആളുകളാണ് തീർച്ചയായും. അപ്പം അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വികാരമാണ്. അതൊരു അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരത്തെ അത് തെറ്റാണെന്ന് പറയാനോ ആ തെറ്റാണെന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ഒരിക്കലും അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഇത് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എന്തിനാണ് ചെയ്തു വെക്കുന്നത്? അബദ്ധങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം ഇനിയിപ്പോൾ ഈ രണ്ടായാലും ഇത് കുറ്റമാണ്. ഇനിയിപ്പോൾ ഇവർ ചെയ്തില്ലെങ്കിലും ചെയ്താലും ഇത് കുറ്റം തന്നെയാണ്. ഇതിൽ രണ്ടായാലും ശിക്ഷ കിട്ടുന്ന സാധനമാണ്. കാര്യം ഒരു സംഭവം മറച്ചു ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ടായി, അങ്ങനെ അതിനുശേഷം കൊണ്ടുപോയി മറവ് ചെയ്ത് അത് കുറ്റമാണ്. ഇപ്പോൾ ഇവർ ചെയ്തില്ലെങ്കിലും കുറ്റമാണ്. അപ്പോൾ ഇവരൊക്കെ ആലോചിക്കേണ്ട, ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രണയിക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രായപൂർത്തിയായവർ തമ്മിൽ ഇങ്ങനെയുള്ള എന്താ പറയുക ഈ പറയുന്ന പോലെ ലൈംഗിക ബന്ധമോ ഇതൊന്നും നിയമപരമായിട്ട് ആരും ഇവിടെ തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം ഈ അമ്മത്തൊട്ടിൽ എത്ര കുഞ്ഞുങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? എത്ര കുഞ്ഞുങ്ങളാണ് ഈ വർഷം വന്നതെന്നറിയാമോ? ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോവുകയാണ്. പിന്നെ അമ്മത്തൊട്ടിൽ കൊണ്ടുവെക്കുന്നത് കൊണ്ട് അതൊരു കുറ്റകരമല്ലാത്ത പ്രവൃത്തിയായി ആവുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഈ അമ്മത്തൊട്ടിൽ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ ദത്തെടുത്ത് കൊണ്ടുപോകും. ആ കൂടെ വളർന്ന് അവർ കുറച്ച് പ്രായം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആലോചിക്കുമെന്നേ. ആ കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മയും അച്ഛനെയും അല്ല എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ അമ്മയും അച്ഛനും ആരാണെന്ന് ഈ കുഞ്ഞ് ആലോചിക്കില്ല. അവൻ്റെ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ ചോദ്യം അങ്ങനെ തന്നെ കിടക്കില്ലേ? അതിനാണെങ്കിൽ ജീവിതകാലത്ത് ആരും അതിനെ കണ്ടെത്താൻ പറ്റത്തില്ല, സാധിക്കുകയില്ല. ഒരിക്കലും അതിനെ കൊണ്ട് അമ്മത്തൊട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കിടത്തില്ല. അവർ പറയില്ല. ഒരു കാരണവശാലും അവർ ആ വിവരം ആരാണ് കൊണ്ടുവച്ചതെന്നുള്ള വിവരമോ കാര്യങ്ങളോ അവർ പറയില്ല. പക്ഷേ ഇത് വ്യാപകമായിട്ട് ഇവിടെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ അമ്മത്തൊട്ടിൽ അടുത്ത അമ്മമാരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 14 കണ്ട ഈ വർഷം ഇതുവരെ കണ്ട് 14ആയി. ഇന്നാളെ ഞാനിത് കണക്കെടുത്തായിരുന്നു. അന്ന് നമ്മൾ ഒരു ചർച്ച ഈ വിഷയത്തിൽ നടത്തിയതാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാണ്. അല്ലാതെ ഇത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഞങ്ങൾക്ക് വളർത്താൻ ഈ പറയുന്ന പോലെ സാമ്പത്തികമില്ല, വളർത്താൻ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് പറയുന്നത് ഈ കൊണ്ടുവെക്കുന്നതിലെ 100-ൽ 10% താഴെയാണ്. 100-ൽ 10% താഴെയാണ്. ബാക്കിയൊക്കെ ഇത്തരം കേസുകളാണ്. ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ പോവുക. പിന്നീട് ഇതിൻ്റെ അമ്മ ആരാണ് അച്ഛൻ ആരാണ്, ഈ അമ്മയ്ക്കുള്ള ശാരീരിക ബുദ്ധിമുട്ട് അത്
കുഞ്ഞ് അമ്മയിൽ നിന്ന് വേർപെട്ട് ജീവിച്ചാൽ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നല്ലേ? വലിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. അത് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതൊരു എന്താ പറയുക, വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്. നമ്മളിത് സംസാരിച്ചാൽ പറയും സദാചാരം എന്ന് പറയും. നമ്മൾ ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വന്നിട്ട് നമ്മളെ, ഞാൻ ഈ കമൻറ്റ് വായിക്കുന്ന ഒരാളല്ല, പിന്നെ ഈ പറയുന്ന പോലെ വന്നിട്ട് കൊണ്ടുവന്ന് കമന്റ് ഇടും. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ അമ്മാവൻ ചിന്താഗതിയാന്ന് പറഞ്ഞത് അമ്മാവൻ ചിന്താഗതിയുടെ അല്ല, എന്ത് ചിന്താഗതിയോ ആയിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടത് അവർ തന്നെയാണ്. ആത്യന്തികമായി അവരുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടത് അവർ തന്നെയാണ്. അല്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിപ്പം പ്രായപൂർത്തിയായ കുട്ടി, ഇതിനേക്കാൾ ഏജിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് സംഭവിക്കുന്നു. അത് ഈ പറയുന്ന പോലെ അമ്മത്തൊട്ടിൽ വരുന്നത് കൊണ്ട് പുറത്തേക്ക് ഈ വിവരം പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല. എന്തായാലും വളരെ കഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്കൊരു ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. പ്രണയിക്കുന്നവർക്ക് ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമന്റുകൾ വായിക്കില്ല എന്ന് പറയുന്നത് കാരണം കൊണ്ടല്ലേ, ഭൂരിഭാഗവും ഇതിൽ തെറിയായിരിക്കും വരുന്നത്. ശരിയാക്കി തെറി പറയുന്നവർ പറയട്ടെ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി.